നാവ് ടങ് പാർട്ട് 2. കഴിഞ്ഞ ദിവസം നാവിനെക്കുറിച്ച്, നാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. നാവ് ശരിയായാൽ വി ബിക്കം പെർഫെക്റ്റ് പീപ്പിൾ. നാവിന്മേലാണ് അനുഗ്രഹവും ശാപവും നിൽക്കുന്നത്. ഇനി നാവ് ശരിയാക്കാൻ വേണ്ടി യെശയ്യാ 50 ഒരു 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന്. തളർന്നിരിക്കുന്നവനെ പണം കൊണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്, വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്ത് നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചു വിട്ടില്ല. അത് കഷ്ടമനുഭവിക്കുന്നത്. അതിന് മുമ്പിൽ പറയുന്നത് നമുക്ക് സ്വർണ്ണ നാവ് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്താണ്? തളർന്നിരിക്കുന്നവനെ നിൻ്റെ വാക്കുകൊണ്ട് താങ്ങുവാൻ. എൻ്റെ വാക്കുകൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ വാക്കുകൊണ്ട്. നമ്മുടെ ശിഷ്യന്മാരാണെന്നെങ്കിൽ ദൈവത്തിൻ്റെ ശിഷ്യന്മാരല്ലേ? ക്രിസ്തു ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ഈരണ്ടായിട്ട് ഓരോ സ്ഥലത്ത് പറഞ്ഞിട്ട് നിങ്ങളവിടെ പോയി എൻ്റെ സദ്വർത്തമാനം അല്ലെങ്കിൽ ദ ഗുഡ് ന്യൂസ് പറയാൻ പറഞ്ഞു വിട്ടിട്ട് സ്വീകരിക്കുന്ന കുടുംബങ്ങൾക്ക് അനുഗ്രഹം വരും. അവിടെ കർത്താവ് പറഞ്ഞു, അവരാരേനും സ്വീകരിക്കുന്നെങ്കിൽ പൊടി കളഞ്ഞിച്ച് തിരിച്ചിങ്ങ് പോരാ. ദാറ്റ് ഷുഡ് ബി അവർ മോട്ടോ. തളർന്നിരിക്കുന്നവനെ നാവുകൊണ്ട്, വാഗൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്വർണ്ണ നാവാക്കാൻ ദൈവം ഇതാ വരമയക്കുകയാണ്. പല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നാവുകൾ ശുദ്ധമാക്കാൻ ദൈവം ഇറങ്ങി വരികയാണ് ഈ സമയത്ത്. പഴയ നാവിനെ പിഴുതെടുത്ത് കളഞ്ഞിട്ട് പുതിയ നാവ് വേണമെന്ന് ആഗ്രഹിച്ചാൽ ഉടനടി അപ്പച്ചൻ അത് ചെയ്തു തരും. നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിരാശ വരുമ്പം, ദേഷ്യം വരുമ്പം ഓരോന്ന് വിളിച്ചു പറയും. എന്നിട്ട് ഈ നാവ് പിന്നെ കിടന്നുകൊണ്ട്, നാവ് എന്നിട്ട് അകത്തങ്ങ് കയറിയിരിക്കും. പിന്നെ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പാട്. പറഞ്ഞത് നമ്മളും മറന്നുപോയി. പിശാചിന് ഈ ഒരവയെ ഒരിക്കൽ പോലും പിശാച് ഉപയോഗിക്കാൻ നമ്മുടെ ഭവനങ്ങളിൽ അവകാശമില്ല. നമ്മുടെ സമുദായത്തിലില്ല, നമ്മുടെ കൂട്ടായ്മയിലില്ല, നമ്മുടെ കൂട്ടുകാരിലില്ല. ശത്രുക്കൾ പോലും അവൻ്റെ നാവ് നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. വചനമാണ്, വചനം. അടഞ്ഞു പോട്ടെ അവൻ്റെ നാവെന്ന് പറഞ്ഞാൽ അടയുമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. തിരുവല്ലയിൽ അലിസ് പ്ലാസ എന്ന് പറഞ്ഞൊരു സ്ഥലം, പുഷ്പഗിരിക്ക് ഓപ്പോസിറ്റായിട്ട്. നമ്മളവിടെ താമസിക്കുന്ന ഉടനെ വൈകിട്ട് കള്ളുകുടിയന്മാരൊന്നും എന്നും ചീത്ത പറയും. നമ്മളവിടെ മേളിൽ താമസിക്കുന്നുണ്ട്. ഒരു വലിയ മുറി, അടുത്ത മുറിയും കൂടെ നമ്മൾ അവധിക്ക് വരുമ്പോഴത്തേക്ക് താമസിക്കാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ആ മുക്കിന് വന്ന് അവരിങ്ങനെ ചീത്ത പറഞ്ഞു. കള്ളുകൂടിയാണ്, അവനറിഞ്ഞുകൂടാ, പക്ഷെ പിശാച് വിടുന്നതായിരിക്കണം. ആദ്യത്തെ ദിവസം ഞാൻ ശാസിച്ചു, പ്രാർത്ഥിച്ചു. അയാളോടൊന്നും പറയാൻ പറ്റില്ല. യേശുവിൻ്റെ നാമത്തെ ദുഷ്ടബാധ നമുക്ക് സമാധാനത്തിന് വിപരീതമാണ്. അഴിഞ്ഞു പോട്ടെ യേശുവെ, നിൻ്റെ മക്കൾ താമസിക്കുന്നതിന് വിപരീതമായിട്ട്. അങ്ങനെ ആദ്യമായി 2 ദിവസം പിന്നെയും വന്നു. 3-ാം ദിവസമായപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, എത്ര 3-ാമത്തെ ദിവസമല്ലേ, ദൈവദൂതന്മാർ എന്തെടുക്കുക നിങ്ങൾ? 2 ദിവസമായിട്ട് ഇവന്മാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ഹിം, ടേക്ക് ഹിം ഔട്ട് എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എത്രയൊന്നും അതിനെ അറിയത്തില്ല എന്നാൽ. പിന്നെ അവൻ്റെ ശബ്ദം ഞാൻ അവിടെ കേട്ടിട്ടില്ല. ഒരനുഭവം, വേറൊരു അനുഭവം. നമ്മൾ കൊട്ടാരക്കര താമസിക്കുമ്പോൾ നമുക്കെതിരായിട്ടില്ല, അയാൾ പിശാചിന് തോന്നി, തോന്നി ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയും. അപ്പം ഞാൻ പുറത്തിറങ്ങി നിന്ന് ശാസിക്കും, അന്ധകാര ശക്തിയെ ശാസിക്കുന്നു, ദുഷ്ടാത്മാനം. അയാൾ പിന്നെയും ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, എപ്പോഴും ഇല്ല, എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ ഒരു ദിവസം അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, അയാളുടെ ഭാര്യ ഒരു പാവം സ്ത്രീയാണ്. ഇയാൾ കള്ളു കുടിക്കുമ്പോൾ ഓരോന്ന് വിളിച്ചു, അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. അതേപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഞാനവിടെ നിന്ന് അവരുടെ കൂടെ പ്രാർത്ഥിച്ചു. ആ സ്ത്രീ ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വരും, പക്ഷേ അവർക്ക് റബ്ബർ വെട്ട് ജോലി, അതുകൊണ്ട് നേരമില്ല. പക്ഷേ പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങി ശാസിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി വരുന്ന സകലത്തിനായി. പിന്നെ ഞാൻ കാണുമ്പോഴത്തേക്ക് അയാൾക്ക് അസുഖമായി. പിന്നെ അയാൾ ഒരിക്കൽ പോലും നാവ് കൊണ്ടൊന്ന് അധമമായത് പറഞ്ഞ് ഞാൻ കേട്ടില്ല. അപ്പോൾ ഈ നാവ് പിശാചിൻ്റെ അഭയമാക്കി നമ്മൾ ഒരിക്കലും കുട്ടിക്കരുത്. നാവേലാണ് നിയന്ത്രണം അവൻ ഏറ്റെടുക്കും. നമ്മുടെ നാവ് ശരിയല്ല എങ്കിൽ വരുത്തി വെച്ചിരുന്ന
വരുത്തിക്കൊണ്ടുവരുന്ന ആപത്തുകൾ ചെറുതല്ല. ഏതൊരു ഭവനത്തിലും ഒത്തിരി ആപത്തോ അനർത്ഥങ്ങളോ വരുന്നെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു നിൻ്റെ നാവ് ശരിയല്ലാഞ്ഞിട്ടാണെന്ന്. അത് എല്ലാവരെയും കുറ്റം പറയും, കൂടോത്രം ചെയ്ത്. ഓരോ എക്സ്ക്യൂസ് കണ്ടിട്ടുണ്ട്, അവർ കൂടോത്രം ചെയ്ത് ഇത് ചെയ്ത്. ചുമ്മാ അത് നമ്മുടെ ദൈവത്തിന് അത്ര ശക്തിയുള്ളൂ. ഒരാളിങ്ങനെ കൂടോത്രം ദൂരം ഇച്ചിരി ഭസ്മം എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ചത്തുപോകാൻ അത്രയേ ഉള്ളൂ നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി. ചുമ്മാ അത് വേണ്ടാത്തവറിന് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതല്ല, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കൂടോത്രത്തെ ജയിച്ച ദൈവമാണ്. പക്ഷെ കൂടോത്രം ഉണ്ടെന്ന് അറിയുന്നെങ്കിൽ നല്ലത്. പക്ഷെ അറിഞ്ഞാൽ അതിനെ ഭസ്മമാക്കിയവനെ കരിച്ച് തീ കത്തിച്ചില്ലാതാക്കുന്ന ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ആ ദൈവത്തിലാണ് ഞാൻ വിളിക്കുന്നത്, ആ ദൈവത്തെയാണ്. ആ ദൈവമാണ് എനിക്ക് കാവൽ, ആ ദൈവമാണ് എൻ്റെ ഉടമസ്ഥനെന്ന് പറയുമ്പോൾ ഒരു ദുഷ്ടശക്തിയുണ്ട്. ദൈവം അറിയാതെ ഒന്നും നമുക്ക് വരത്തില്ല. വേദപുസ്തകം വന്നേ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും പോകത്തില്ല. യെശയ്യാ 65:24. ഇതൊക്കെ ദൈവം നമ്മളോട്, ഈ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ വലിയ ക്രിയ ചെയ്യേണ്ടിയവർ ചുമ്മാ ഇരുന്ന് സമയം കളയുന്നവരോട് പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറയുന്നു. അവിടെ ദൈവം പറയുന്നത് നമ്മുടെ സന്താനം നമ്മളോടിരിക്കും. അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരം അരുളും, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. കണ്ടോ, നമ്മുടെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുൻപേ ദൈവം നമുക്ക് ഉത്തരം തരുന്നത്. നമ്മുടെ മക്കൾക്ക് എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അത് എഴുന്നേറ്റ് 10 പ്രാവശ്യം വിളിച്ചു പറ ഈ വേദപുസ്തകം. അല്ലേ ഞാൻ പറയല്ലോ, ഇത് നടക്കുന്നില്ലെങ്കിൽ ഈ വേദപുസ്തകത്തിൽ ഈ വാക്യങ്ങളെല്ലാം വെട്ടിക്കളയാം. നമുക്ക് നിയമം പറയും. നമ്മൾ ഈ നിയമയോട് ആകാതെ കിടക്കുന്നിടത്തോളം കാലം ഇത് പ്രവർത്തിച്ചല്ലേ ഒക്കത്തുള്ളൂ. പറയണം നമ്മൾ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എൻ്റെ ഭവനത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പറഞ്ഞു കൊടുക്ക്. സദൃശ്യവാക്യം 17:20. അതിനു മുമ്പേ യോബിൻ്റെ 8:21. അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. അതാണ് നമുക്ക് തരികയാണ്. ഹി വിൽ വൺസ് അഗെയിൻ ഫിൽ യുവർ മൗത്ത്. നമ്മുടെ നാവ് കൊണ്ട് സന്തോഷവും ഉല്ലാസവും പറയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് 118:15 പറയുന്നത്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. യഹോവയുടെ വലങ്കൈ ഇതാ ഭയങ്കര കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം ഭയങ്കര കാര്യങ്ങൾ. അത് സങ്കീർത്തനം 45 എഴുതിയിരിക്കുന്നത്, 45:6 തോന്നുന്നു. യഹോവയുടെ വലങ്കൈ ഭയങ്കര കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയണം. ഓൾ ക്രിയേഷൻസ് ആർ ഡൺ ബൈ സെയിങ് കീപ് ബ്ലെസ്സിങ് വൺ സെൽഫ്. നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യാൻ പഠിക്കണം. കീപ് ബ്ലെസ്സിങ് അതേഴ്സ്. ദൈവത്തിൻ്റെ പരിശുദ്ധ സദൃശ്യവാക്യം 17 അതുകൂടെ വാക്യം 17:27. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ നാവുകളെ ശരിയാക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ വ്യത്യാസം വരും. സൗരഭ്യവാസനയുള്ള ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുന്ന പത്രങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റട്ടെ. പാത്രമല്ല, പത്രങ്ങളാക്കി ദൈവം നമ്മളെ മാറ്റാൻ പോവുക. സദൃശ്യവാക്യം 17:27. വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അതരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. അപ്പോൾ ഇനി ഒത്തിരി നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ഏക മനസ്സും വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കും. ദൈവം ഒരു കണ്ടീഷൻ ഞാൻ പറയട്ടെ, ഇന്നിപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം. നമ്മൾ ഇന്ന് ദൈവത്തോടൊരു തീരുമാനം എടുക്കുക. ദൈവമേ, നീ പറഞ്ഞത് കേൾക്കാതെ ഞാൻ എൻ്റെ വാതുറക്കത്തില്ല. അങ്ങനെയൊന്ന് പറയാം. ദൈവം പറയുമ്പോൾ നിൽക്കുക, സംസാരിക്കും. ഓഡിബിളായിട്ട് ദൈവം സംസാരിക്കും. നീ പറയാത്ത ഒരിടത്തും ഞാൻ പോകത്തുമില്ല. നീ പറയാത്ത ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കത്തുമില്ല. അപ്പോൾ ഈ വേണ്ടാത്ത എന്തൊരു ആക്ടിവിറ്റീസ് ഞങ്ങളുടെ തന്നെ ചർച്ചിലൊക്കെ ഞാൻ പറയാം. ഈ ആക്ടിവിറ്റീസ് വരുമ്പോൾ ഒത്തിരി ആക്ടിവിറ്റീസാണ്. പിന്നെ ഒന്നിൻ്റെ പുറകെ അല്ലാതെ ഒന്നുമില്ല. അതൊരു ബാലൻസ്ഡായിട്ട് ചെയ്യാൻ നമുക്ക് അറിഞ്ഞുകൂടാ. വി നീഡ് ടു ബി ബാലൻസ്ഡ്. ദിനം പ്രതി രാവിലെ തോറും ദൈവത്തിന് സമർപ്പിക്കണം. ആ ദൈവത്തിന് ഈ ക്യാപ്റ്റിവിറ്റി ഓഫ് ആക്ടിവിറ്റി, അതായത് ഒത്തിരി. ഇപ്പം നമ്മൾ ആരോടും ചോദിക്കും, ഞാനെപ്പോഴും ബിസിയാണ്. അവരെ സൂക്ഷിച്ചോണേ. അവർ ബിസിയാണെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവരുടെ തലയിടുന്നുണ്ട്. ചിലർ അഭിപ്രായം പറയുന്നത് കണ്ടിട്ടുണ്ട്. ഒന്നും അറിയത്തില്ലല്ലോ അവർക്കൊരു അഭിപ്രായം പറയണം. അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് ആവശ്യമില്ല. ഓരോ കാര്യങ്ങൾക്കും പരിജ്ഞാനമുള്ളവരെ ദൈവം കൊണ്ടുവരും. നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവേ, ഞങ്ങളുടെ നാവിനെ ശിഷ്യന്മാരുടെ നാവ് പോലെ, സ്വർണ്ണ നാവ് പോലെ ആക്കിത്തരാം നീ വാഗ്ദത്തം ചെയ്തിരിക്കുക. ശിഷ്യന്മാരുടെ നാവ് എന്തിനാ? തളർന്നു കിടക്കുന്നവരെ ബലപ്പെടുത്താൻ, നന്മ അനുഗ്രഹിക്കാൻ നല്ല നാവാക്കി ഞങ്ങളുടെ നാവിനെ മാറ്റണം. ഞങ്ങളുടെ ജഡത്തിൻ്റെ നാവിനെ വേരോട് പറിച്ചെടുത്ത് ദൂരെ കളഞ്ഞേച്ച് പരിശുദ്ധാത്മാവിൻ്റെ നാവിനെ കൊണ്ട് കുടുംബങ്ങളെ നിറയ്ക്കണം. ഭാര്യയിലാണ്, ഭർത്താവിലാണ്, മക്കളിൽ ആരിലാ ബലഹീനത ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ചിലപ്പം എല്ലാവരിലും കുറേശ്ശെ കാണും, പക്ഷെ ചില വീടുകളിൽ ചിലരിൽ ഒത്തിരി ഉണ്ട്. കർത്താവേ, അങ്ങനെയുള്ള നാവിനെയൊക്കെ പിഴുതേ വേരോട് പറിച്ച് കളഞ്ഞിട്ട് പുതിയ നാവിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ നാവുകളുണ്ട്, നല്ല സ്വർണ്ണ നാവുകളുണ്ടായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ മാത്രം വിളിച്ചെന്ന് ഉന്നതമായത് മാത്രം ചിന്തിക്കാനും പറയാനും കഴിവുള്ളവരാക്കി മാറ്റണം. നന്മയും അനുഗ്രഹവും അവരുടെ നാവിന്മേലാണ്, ജീവനും മരണവും അവരുടെ നാവിന്മേലാണ്, ഞങ്ങളുടെ നാവിന്മേൽ. അതിൽ നന്മയും അനുഗ്രഹവും ജീവനും തിരഞ്ഞെടുത്ത് അത് പറയാൻ ശാപമായതിനെ കുഴിച്ചു മൂടിക്കൊണ്ട് മുൻപോട്ട് പോയി ഞങ്ങളെ പഠിപ്പിച്ചാണ്. ഞങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് നന്ദി. നാവ് സൃഷ്ടിച്ച ദൈവത്തിലേക്ക് ഞങ്ങൾ നോക്കി. ഈ നാവ് അനുഗ്രഹിക്കപ്പെട്ട നാവെന്ന് അപ്പച്ചൻ പറയുന്നത് ശിഷ്യൻ്റെ നാവാണ്, ഇത് സ്വർണ്ണ നാവാണ്, ഇത് ജീവൻ തരുന്ന നാവാണ്, ഇത് അനുഗ്രഹത്തിൻ്റെയും ദൈവത്തിന് എതിരായിട്ട് വരുന്നതിനെ തീ കത്തിച്ച് കളയുന്ന ഇഗ്നേഷ്യസ് ശാപത്തിനെ നശിപ്പിക്കുന്ന നാവ്. ദൈവം അനുഗ്രഹം തന്നിരിക്കുന്നു, വാങ്ങിച്ചെടുക്കട്ടെ. നിൻ്റെ അനുഗ്രഹങ്ങളുടെ മാരി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ കടന്നു വന്നിട്ട് നേരെയുള്ള വഴികൾ വെട്ടിത്തുറന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു, നേർവഴിക്ക് കയറി വരട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നാഥൻ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.